മല്ലി, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, വറ്റൽമുളക്, ഉലുവ, മല്ലിച്ചപ്പ്, കുതിർത്ത് വെച്ച പുളി, കായം, തക്കാളി. നമ്മളിന്ന് നല്ല അടിപൊളിയായിട്ട് രസമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ഇത് ഓരോന്നായിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും ഉലുവയും ഒഴിച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച എല്ലാ സാധനങ്ങളും ഈ ജാറിലിട്ടിട്ട് നന്നാക്കി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. സദ്യയുടെ കൂടെയൊക്കെ രസം നമ്മളെ കയ്യിലിങ്ങനെ വാങ്ങി കുടിക്കാൻ തന്നെ അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണല്ലോ അല്ലേ. അപ്പം രസം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു ഉരുളി എടുത്തു, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവയിട്ട് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ടിട്ടൊന്ന് വറവിടുകയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം എത്രത്തോളം വേണം നമുക്ക് രസം അനുസരിച്ചിട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പം മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ.